ഇന്ന് സാമ്പത്തികം തന്നെ സംസാരിക്കാം കേട്ടോ. ശരി, എല്ലാവരും സമ്പന്നരായിട്ടായിരിക്കില്ല ജനിക്കുന്നത്. ഒരു ക്ലീഷ ഡയലോഗ് തന്നെയാണ്. പക്ഷെ ആരെങ്കിലും ഒരാൾ ദരിദ്രനായിട്ട് ജനിച്ച് ദരിദ്രനായിട്ട് മരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുറ്റമാണ്. അവർ ട്രൈ ചെയ്തിട്ടില്ല അവരുടെ ലൈഫിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്. അപ്പോൾ ആ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തെ കാര്യം, നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്തു തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ പറയണം അയ്യോ ഞാൻ ITI പഠിച്ചത് ചേച്ചി, ആയിക്കോട്ടെ, ആ ITI പഠിക്കുന്നെങ്കിൽ ആ ITIയിൽ 15 പേരാണ് പഠിക്കുന്നതെങ്കിൽ ആ ഏറ്റവും ഫസ്റ്റ് റാങ്ക് ഉള്ള ആളാവാൻ പറ്റും നിങ്ങൾക്ക്, അല്ലേ? അല്ല ചേച്ചി എനിക്ക് അത്രയും കഴിവൊന്നുമില്ല, എന്നാൽ ഈ 15 പേരിൽ നിങ്ങളുണ്ടല്ലോ. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു വരുന്നത്? ഇപ്പം ഒരു ITI അങ്ങനെ ശരി, അധികം പഠിക്കാൻ സാമർഥ്യമില്ലാത്ത പിള്ളേരാണ് ITIയിൽ പോകുന്നത്. നിങ്ങൾ ആ 15 പേരിൽ ഒരാളായല്ലോ, അല്ലേ? അപ്പം ആ 15 പേരിൽ നിന്നും നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് പോകാമല്ലോ. വേണമെങ്കിൽ ഡിപ്ലോമ പഠിക്കാൻ. നിങ്ങൾ യങ് അല്ലേ, 10ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞ് 15 വയസ്സ്, അത് കഴിഞ്ഞാണ് ITIയിൽ പോകുന്നത്. ITIയിൽ 2 വർഷമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 വർഷം ഡിപ്ലോമ കോഴ്സിന് ചേരൂ. അപ്പോഴേക്കും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും പറ്റുന്നുണ്ടല്ലേ എനിക്കിന്ന്. ആരെ കൊണ്ട് പറ്റാതിരിക്കാനാണ്? എല്ലാവർക്കും പറ്റും. എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. എന്താണ് കാര്യം? ഈ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യ അളവിലുള്ള മജ്ജവും മാംസവും പിന്നെ ചോരയും നീരും എന്നൊക്കെ പറയുന്നത് കൃത്യമായ അനുപാതത്തിലാണ്. അത് നമ്മൾ ഓരോരുത്തരും അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കാം നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പുകൾ അടിയുന്നതും നമ്മുടെ ബുദ്ധിയിൽ കൂടുതൽ ബുദ്ധി വരുന്നതും ഒക്കെ, അല്ലേ? നമ്മൾ എങ്ങനെ അത് ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ്. ശരിയല്ലേ ഞാൻ പറയുന്നത്? കൊഴുപ്പ് നമ്മൾ അലിയിച്ച് കളയാൻ വേണ്ടി നമ്മൾ നടക്കുകയോ ചാടുകയോ ഓടുകയോ സ്പോർട്സിൽ ഏർപ്പെടുകയോ ഒക്കെ ചെയ്താൽ മാത്രമാണ് അത് അലുത്തു പോവുള്ളൂ. അല്ലെങ്കിൽ അടുത്ത ദിവസം അതേ അളവിൽ പിന്നെയും നമ്മൾ മാംസ്യാഹാരങ്ങളും അല്ലെങ്കിൽ കൊഴുപ്പ് അധികം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടേ ഇരുന്നാൽ അത് വെറുതെ തന്നെ വരുള്ളൂ, അല്ലേ? ബലൂൺ പോലെ, ബലൂണിൻ്റെ എക്സാമ്പിൾ എടുക്കാം. പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, ബലൂണിൽ ഒരുപാട് ഇടിച്ച് കയറ്റി കഴിഞ്ഞാൽ അതിന് എന്തുമാത്രം എലാസ്റ്റിസിറ്റി ഉണ്ടോ അത് കപ്പാസിറ്റി ചെയ്യുമ്പോൾ അത് പൊട്ടും. കറക്റ്റ് അല്ലേ? അപ്പം എല്ലാത്തിനും ബാലൻസ്ഡ് ആയിട്ട് ഒരു അളവ് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് ഭൂമിയിൽ. എത്രത്തോളം ഭക്ഷണം ഒരാൾ കഴിക്കുന്നു, എത്രത്തോളം എക്സസൈസ് ചെയ്യുന്നു, അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ശാരീരിക ക്ഷമത. അപ്പോൾ അതിൽ ആരാണ് കുറ്റക്കാർ? ദൈവം അല്ല, എന്തായാലും നിങ്ങൾ തന്നെയല്ലേ. സോ എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. എഴുന്നേക്കുക, പോയി യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോളൂ. 10 പേര് കണ്ടാൽ മതി എന്നേ. നിങ്ങൾ എന്തിനാ ആരെങ്കിലും നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ പോകുന്നുണ്ടോ? ചിരിക്കുന്നവർ ചിരിച്ചോട്ടെ. ഇതൊക്കെ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുകയെങ്കിലും ചെയ്യാം, പൈസ കിട്ടിയില്ലെങ്കിൽ. ഓക്കെ, അതൊരു പോയിന്റ്. സെക്കൻഡ് തിങ്, ഇന്നലെ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് മേടിച്ച കമ്മൽ എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞു, അല്ലേ? ആദ്യമായിട്ട് മേടിച്ച കമ്മൽ എൻ്റെ കയ്യിലുണ്ട്. രണ്ടാമത് മേടിച്ച കമ്മലാണ് അവിടെ വീട്ടിൽ വെച്ചിരിക്കുന്നത്. ഇതാണ് ആദ്യമായിട്ട് മേടിച്ച കമ്മൽ. ടിങ് ടിങ് കാണാമല്ലോ, അല്ലേ? ശരിക്കും കാണുന്നു. ഇത് കണ്ടോ? അത് ഇട്ടേക്കുമ്പോൾ ശരിക്കും അറിയില്ല. ഇത് വന്നിട്ട് ഇതിൻ്റെ പേരാണ് മീനാക്കരി വർക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. കണ്ടേ, അതിലൊരിങ്ങനെ ഏതാണ്ട് വരച്ചിട്ടുണ്ട്. ആടുന്നല്ലേ കിടന്ന്, എൻ്റെ കൈ വരയ്ക്കുന്നതാണെന്ന് തോന്നുന്നു. അവിടെ നിൽക്കൂ, കാണുന്ന എഗേറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റോണാണ്. ഇതാണ് എൻ്റെ ആദ്യത്തെ ശമ്പളത്തിൽ നിന്നും ഞാൻ വാങ്ങിച്ച ആദ്യത്തെ കമ്മൽ. അപ്പോൾ നന്നായി. ഞാനതിവിടെ തപ്പിയപ്പോൾ ഞാൻ കുറേ നേരം ഇരുന്ന് ആലോചിച്ചു. ഞാൻ വേറൊരു ഗ്രീൻ സ്റ്റോൺ വാങ്ങിച്ചിരുന്നേ, അതാണെന്ന് ഓർത്തു ആദ്യം. ഇപ്പം എൻ്റെ അച്ഛൻ പറയും, എൻ്റെ അച്ഛനും എൻ്റെ ബ്രദറിനും ഒന്നും ഇങ്ങനെ ഈ കമ്മലുകളെ പറ്റി പറയുന്നതും ഡ്രസ്സിനെ പറ്റി പറയുന്നതും ഒന്നും ഇഷ്ടമല്ല. അയ്യേ ഇതൊക്കെ എന്തിനാ പറയണേന്ന് ചോദിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ സംസാരിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എനിക്കറിയാം ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. ഞാൻ പലരുടെയും ഡ്രസ്സിൻ്റെയും നിക്കമ്മലിൻ്റെയൊക്കെ പുറകെ ഞാൻ പോകാറുണ്ടല്ലോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുഞ്ഞു സാധനങ്ങൾ, ഞാൻ ആക്ടറൊന്നും അല്ല, പക്ഷേ എൻ്റെ കയ്യിലുള്ള കുഞ്ഞു സാധനങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ഇതൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, അല്ലേ? പറയണം കേട്ടോ, അടിയിൽ എഴുതണം ചേച്ചി കാണിക്കുമോ എന്ന് പറഞ്ഞു. ഒരാൾ എഴുതിയാൽ പോലെ എല്ലാവരും എഴുതണം ചേച്ചി കാണിക്കുന്നത്. അപ്പോൾ ഓരോന്ന് കാണിക്കാം. കാരണം എല്ലാം ഇല്ലതാനും പിന്നെ എല്ലാം കാണിച്ചാലേ ഓരോ ദിവസം കാണിക്കുന്നതല്ലേ നല്ലത്. എനിക്ക് കണ്ടന്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ കമ്മൽ മീനാക്കാരി എത്രയായിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വില 8,000 രൂപയായിരുന്നു വില. അത് ഞാനത് മേടിക്കുമ്പോൾ 1999
2000 ആണ്ട് തുടങ്ങുന്ന സമയത്താണ് ഞാനിത് വാങ്ങിച്ചത്. പ്രിൻസ് ജ്വല്ലറിയിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. ആദ്യം അത് ചെന്ന് ഇങ്ങനെ നോക്കി ചെറിയ കമ്മലുകൾ മേടിക്കാനായിട്ടൊക്കെ പോയായിരുന്നു. കാരണം ഞാൻ ഒരുമാതിരി എല്ലാം വിറ്റ് എൻ്റെ കയ്യിലൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. എല്ലാം അല്ല, അമ്മ തന്ന കുറച്ച് സാധനങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെറിയ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ. അപ്പോൾ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ മാറി മാറി ഇട്ടുകൊണ്ട് പോകണം. എനിക്കാണെങ്കിൽ പ്യുവർ സിൽവറും പ്യുവർ ഗോൾഡും ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ എല്ലാം ഇങ്ങനെ കടിച്ചിട്ട് ഇങ്ങനെ പൊങ്ങി വരുമായിരുന്നു. അപ്പോൾ അത് ഈ ഒരു നെഗറ്റീവില്ലേ, അത് ഞാൻ പോസിറ്റീവാക്കി. എല്ലാവരും പറയുമായിരുന്നു, അയ്യോ എല്ലാവരും ഇടുമല്ലോ ഇങ്ങനെ. പറഞ്ഞു, എനിക്ക് ഈ ഓക്സിഡൈസ്ഡ് ഒന്നും പറ്റത്തില്ലല്ലോ ദൈവമേ, നിങ്ങളൊക്കെ എന്ത് ഭംഗിയായിട്ട് ഇത് ഇടുന്നതെന്നൊക്കെ ഞാൻ ഇടുന്നവരോട് പറയുമായിരുന്നേ. അപ്പോൾ ഞാൻ പറയണ ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞാൽ ഞാനതുകൊണ്ട് എനിക്ക് കിട്ടുന്ന പൈസയൊക്കെ ഞാൻ വളരെ സൂക്ഷിച്ച് ചിലവാക്കിയിട്ട് ഇങ്ങനെ ഓരോരോ ഐറ്റംസ് വാങ്ങിക്കുമായിരുന്നു. കുറേ കുഞ്ഞുണ്ട് എൻ്റെ കയ്യിൽ കേട്ടോ. കുറച്ചൊക്കെ അമ്മയുടെ കയ്യിലുമൊക്കെ ഉണ്ട്. ഞാൻ നോക്കട്ടെ എവിടെയൊക്കെയാണെന്ന് തപ്പിയെടുത്ത് ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കാണിക്കാം കേട്ടോ. കുറച്ച് എനിക്ക് അമ്മ പണ്ട് വാങ്ങിച്ചു തന്നുണ്ട്, ചെറുതൊക്കെ. അത് ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു രസമല്ലേ എല്ലാവർക്കും. ഇപ്പോൾ ഗോൾഡിനൊക്കെ ഭയങ്കര വിലയായില്ലേ. ഒരെണ്ണം വീണ് പോയി കാണാതായി പോയി കഴിഞ്ഞാലും നമുക്കത് തിരിച്ച് മേടിക്കണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയട്ടെ. ഇപ്പോൾ ഞാനൊരു മിനിമം ഇതാണ് കേട്ടോ ആൾക്കാരുടെ അടുത്ത് പറയണേ, മിനിമം 1 ഗ്രാം മേടിച്ചൂടെ എല്ലാവർക്കും? ഇപ്പം ഇത്രയും എന്നെ കേൾക്കുന്ന ആൾക്കാർക്ക് 1 ഗ്രാം ഒരു മാസത്തിലാണ് ഞാൻ പറയണത്, ദിവസമല്ല. 1 ഗ്രാമിന് എത്ര രൂപ ഉണ്ടാവും? 5000 ഉണ്ടോ? 5000 രൂപ കിട്ടുമല്ലേ 1 ഗ്രാം? 50,000 ആയില്ല, 5000 ഉണ്ടാവില്ലല്ലോ, 4000 ഒക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. ഇന്നത്തെ ഞാൻ വില നോക്കിയിട്ട് ഇരിക്കണം എന്ന് വിചാരിച്ചതാണ്, മറന്നുപോയി. അപ്പോൾ 1 ഗ്രാമിനുള്ളതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? 100-150 രൂപ ഒരു ദിവസം മാറ്റി വയ്ക്കണം. പറ്റുമോ? പറ്റാത്തവരെന്ത് ചെയ്യണമെന്ന് ഞാൻ പറയട്ടെ. എല്ലാ മാസവും പേപ്പർ വരുത്തുന്നുണ്ടോ നിങ്ങളുടെ വീട്ടിൽ? ഇല്ലെങ്കിൽ പേപ്പർ വരുത്തിക്കോളൂ. പേപ്പർ വരുത്തിയിട്ട് ആ പേപ്പർ പറ്റുന്ന പോലത്തെ ആൾക്കാർക്ക് കേട്ടോ, ജോലിക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയുള്ളവർക്കും വേറെ ഇല്ല ചേച്ചി 5ൻ്റെ പൈസ തരില്ല ചേച്ചി അങ്ങനെയൊക്കെ പറയുന്ന കുറേ ആളുകൾ ഞാൻ കണ്ടതുകൊണ്ട് പറയണതാണ്. ഓരോരോ ടെക്നിക്സ് പറയുന്നതേ ഉള്ളൂ. ഇത് സൂക്ഷിച്ച് വെക്ക്. എന്ത്, ഈ മാഗസിൻസും വനിതയും മനോരമയൊക്കെ വാങ്ങിക്കുന്നവരുണ്ടാവില്ലേ? അഥവാ അത് വാങ്ങിക്കുന്നില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഭർത്താവിനോട് പറയും, ഒന്ന് വാങ്ങിച്ചു തരൂ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ പറയും, എന്നാൽ ആ പൈസ മേടിച്ചാൽ പോരെ. അങ്ങനെ തരുന്നില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് കൊണ്ടാട്ടോ മിക്കവാറും മലയാളീസിൻ്റെ വീട്ടിൽ മനോരമ പേപ്പർ ഉണ്ടാകും, കലാകൗമുദി പേപ്പർ ഉണ്ടാകും, അല്ലെങ്കിൽ മാതൃഭൂമി ഉണ്ടാകും. ഉറപ്പാണ്. ആൺകുട്ടികൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ഇംഗ്ലീഷ് പേപ്പർ വാങ്ങിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതൊരു മാസത്തേക്ക് എടുത്തു വെച്ച് നോക്കിക്കേ. 2-3 മാസമാകുമ്പോൾ അത് വിറ്റിട്ടുള്ള പൈസ ഒരു കുടുക്കയിലിട്ട് വയ്ക്കുക. എടുക്കരുത് കേട്ടോ വേറെ ഒന്നിനും. അല്ലെങ്കിൽ അത് വേറൊരു ബുക്ക് വാങ്ങിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നില്ലേ, അങ്ങനെയുള്ളവരും ഉണ്ടാവും. പക്ഷേ ഇത് സ്വർണ്ണമായിട്ട് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുള്ളവരോട് ഞാൻ പറയാണ്, അതുകൊണ്ട് കിട്ടുന്ന 1 ഗ്രാമിനുള്ള പൈസയാകുമ്പോൾ അപ്പം തന്നെ പോയി മേടിച്ചോളൂ. നിങ്ങൾക്ക് 1 ഗ്രാമിൻ്റെ എന്തെങ്കിലും ആഭരണങ്ങളായിട്ട് മേടിക്കുകയാണെങ്കിൽ അതിനൊക്കെ പണിക്കൂലിയും പണിക്കുറവും കിട്ടുന്നതുകൊണ്ട് അതിൻ്റെ കോയിൻ ഒരെണ്ണം കിട്ടില്ല. അത് കൊണ്ടുവന്നിട്ട് ഇതേപോലെ പൊട്ടിക്കാൻ പറ്റാത്ത ഒരു കുടുക്കയിൽ, നല്ല ബലവത്തായ കുടുക്കൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ, അതിൽ വെച്ചിട്ട് എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് വെക്കുക. ഐ ആം ടെല്ലിങ് യു. നിങ്ങൾക്ക് പിന്നെ അതിനായിരിക്കും ശ്രദ്ധ. ദൈവമേ, നമുക്ക് എവിടെ പൈസ ചുരുക്കിയിട്ട് ഇങ്ങനെ മേടിക്കാമല്ലോ അല്ലേ? നമുക്കല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു പച്ചക്കറി ബാർട്ടർ സിസ്റ്റം വിറ്റിട്ട് നമുക്കിത് മേടിക്കാം അല്ലേ? കണ്ടിട്ടില്ലേ ചക്കയൊക്കെ വിൽക്കുന്ന ആൾക്കാർ? ഒരു മരത്തിൽ ചക്കയുണ്ട്, പ്ലാവിൽ ചക്കയുണ്ട്, അല്ലെങ്കിൽ മാങ്ങയുണ്ട്, അതുവരെ വിൽക്കുന്ന ആളുകളുണ്ട് ഇല്ലേ? ഗ്രാമത്തിലാണെങ്കിൽ. ഇപ്പം നാട്ടിൻ പ്രദേശത്തെ അത് നടക്കുകയുള്ളൂ. കശുവണ്ടിയൊക്കെ എൻ്റെ പണ്ട് ഞാൻ പറഞ്ഞില്ലേ, വല്യമ്മച്ചിയൊക്കെ കൊണ്ടുപോയി കശുവണ്ടി വാർട്ടർ സിസ്റ്റം ആയിരുന്നു വല്യമ്മച്ചി പിന്നെ മുറുക്കാനൊക്കെ ആയിരുന്നു മേടിക്കണമെന്ന്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചോക്ലേറ്റ് ഒക്കെ മേടിച്ച് തരുമായിരുന്നു. സോ നമ്മൾ സ്ത്രീകൾ വിചാരിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ നമുക്ക് സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു സ്വർണ്ണച്ചിട്ടിയിൽ ചേരണം. എന്തിനാണ് ഞാൻ സ്വർണ്ണച്ചിട്ടി എന്ന് പറയണേന്ന് പറയട്ടെ. ഇപ്പോൾ എല്ലാവരും പറയും ഇവരെന്താ സ്വർണ്ണം അത് നമുക്കൊരു ആത്മസംതൃപ്തി തരും. സ്വർണ്ണമാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് മേടിച്ചിട്ട് നെക്ലസ് പോലെ. സ്ത്രീകളല്ലേ നിങ്ങളപ്പോൾ ഈ ദേവിമാരുടെയൊക്കെ ഫോട്ടോസൊക്കെ കണ്ടിട്ടില്ലേ? അവരൊക്കെ ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട്, ഞാൻ കൊടുങ്ങല്ലൂർ പോകുമ്പോഴും ചോറ്റാനിക്കര പോകുമ്പോഴും ശ്രീകൃഷ്ണൻ ഗുരുവായൂരപ്പനെ കാണാൻ പോകുമ്പോഴൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അതൊരു തരം എന്താ പറയുക, എനിക്കതൊരു എൻ്റെ ജീവിതത്തിൻ്റെ എസ്തറ്റിക്സിൻ്റെ ഭാഗമാണ്. എനിക്ക് ഡ്രസ്സിങ് അപ്പം
പിന്നെ ഓർണമെൻറ്റ്സും. അത് തരുന്ന ഒരു സംതൃപ്തിയും അത് തരുന്ന ഒരു ആത്മവിശ്വാസവും വലുത് തന്നെയാണ്. അപ്പം നിങ്ങൾ ഇതിങ്ങനെ കൂട്ടി വെച്ച് മക്കളുടെയൊക്കെ വിവാഹത്തിന് ആവശ്യമാണെങ്കിൽ അപ്പം എടുത്തോളൂ. അവർക്കൊരു നെക്ലസ് വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇടുമ്പോൾ നമുക്കിന്ന് കല്യാണത്തിൻ്റെ അന്ന് അമ്മമാരെന്ത് ഡ്രസ്സ് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോഴോ എന്തിനെങ്കിലും നിങ്ങൾക്കത് ഉപകാരവും. ഇന്ന് ഈ സമയങ്ങളിൽ ഇത്രയും പോലും ചെയ്യാൻ പറ്റാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? അങ്ങനെ ഇല്ലാത്തവരുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു തൊഴിലുറപ്പിന് പോയിക്കോളൂ. അങ്ങനെ പഠിപ്പില്ലാത്ത ആളുകൾ വീട്ടിലിരിക്കാതെ. എൻ്റെ അവിടെ ഒരു ചേച്ചിയുണ്ട്, സുഭദ്ര എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി. ആ ചേച്ചി എപ്പോഴും അതേട്ടോ, അതിൻ്റെ മകനൊക്കെ നല്ല ജോലിയൊക്കെയാണ്. എന്നാലും ആ ചേച്ചി പറയാം, നമ്മൾ ഇറങ്ങി നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാലേ മോളെ ആ പൈസ കൊണ്ട് നമുക്ക് എന്ത് വേണേലും ചെയ്യാലോ. ഇപ്പം നമ്മുടെ ഈ പൈസ കൊണ്ടുപോയിട്ട് വേണ്ട അരി മേടിക്കുകയാണെങ്കിൽ നമുക്കത് സൂക്ഷിച്ച് വെച്ച് എന്തെങ്കിലും ചെയ്യാമല്ലോ എന്നാണ് ചോദിക്കുന്നത്. കണ്ടില്ലേ എത്ര നല്ല ഇതാണ്. ഇപ്പോഴാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എത്ര ഇതൊക്കെ ഉണ്ടല്ലേ, തൊഴിലുറപ്പ്. പിന്നെ ഇങ്ങനെ ഞാൻ ചെറുതായിട്ടുള്ള ആൾക്കാരോടാണ് കേട്ടോ പറയണേ. ഇനി അടുത്ത ലെവലിലേക്ക് വരാം. ഒരു ടീച്ചറാണെന്ന് വിചാരിക്കും, ജോലി ഉണ്ട് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ ഈ ചിട്ടി ചേർന്നോളൂ. ഈ എല്ലാ ഇതിലും ഉണ്ടല്ലോ, ഭീമ അങ്ങനത്തെ വലിയ കമ്പനീസിലൊക്കെ ഇല്ലേ, കല്യാൺ, പിന്നെ മലബാർ, അങ്ങനെയുള്ള കമ്പനീസിലൊക്കെ പോയിട്ട് ഈ ചിട്ടി ചേർന്നോളൂ. ചിട്ടി വന്നിട്ട് ഒരു ഓണം ടു ഓണമാണ് നല്ലത് കേട്ടോ. ഓണം ടു ഓണമാണ് നല്ലതെന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓണത്തിന് അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആണെങ്കിൽ ക്രിസ്മസ് ടു ക്രിസ്മസ്, മുസ്ലിംസ് ആണെങ്കിൽ ആ മാർച്ച് സമയത്ത് പെരുന്നാളിൻ്റെ ചെറിയ പെരുന്നാളിൻ്റെ സമയം മുതൽ അടുത്ത ചെറിയ പെരുന്നാളിൻ്റെ സമയം വരെ അങ്ങനെയൊക്കെ ചെയ്യൂ. അപ്പം നിങ്ങളുടെ ഒരു കൾച്ചറൽ ഫെസ്റ്റിവലുമായിട്ട് അത് കൂട്ടി വെക്കുമ്പോൾ എളുപ്പമുണ്ടാവും നിങ്ങൾക്കത്. അല്ല, നിങ്ങൾക്കൊരു ഊർജ്ജമുണ്ട്, ഇത് വരട്ടെ, ഇത് മേടിക്കാം. പിന്നെ നിങ്ങൾ ഈ എടുത്തു വെക്കുന്ന സാധനം ചെറിയ മക്കളെ, കുഞ്ഞുമക്കളൊക്കെ ആണെങ്കിലേ അവർക്ക് ഗോൾഡൊന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അവർ ചെറുതൊക്കെ ഇട്ടിട്ടുണ്ടാവില്ല, അത് മതി. ഒന്നും ഒരു പൊട്ടുപോലും ഇല്ലാത്തവരാണെങ്കിൽ വാങ്ങിച്ചോളൂ. അല്ലെങ്കിൽ പൊട്ടുപോലും ഇല്ലാത്തവരുണ്ടാവില്ല എന്നുള്ള അസംഷനിലാണ് കേട്ടോ ഞാൻ പറയണേ. ഇപ്പോൾ കേൾക്കുന്നവർ ഇപ്പം ഞാൻ പറയുന്ന സ്ഥിര വരുമാനമുള്ളവരുടെ കാര്യമല്ല, അതുകൊണ്ടാണ്. അപ്പോൾ അവർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇതാകുമ്പോഴേക്കും ഇത് വാങ്ങിക്കാമല്ലോ, ആ ഒരു ഡിസൈൻ ഉണ്ട്, ചേച്ചി കാണിച്ചു തന്ന ഡിസൈൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്കൊന്ന് തപ്പാം, പോവാമല്ലോ. കയ്യിൽ പൈസ ഉള്ളപ്പോഴല്ലേ നമ്മൾ ജ്വല്ലറിയിൽ കയറാൻ ധൈര്യപ്പെടുമല്ലോ. വെറുതെ പോയിട്ട് അത് നോക്കിയിട്ട് വരാൻ പറ്റുമോ? എല്ലാം വേണ്ട എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ ചെല്ലുക, എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങിക്കുക, ഓണത്തിന് ധരിക്കുക. അപ്പം ഈ ഓണം വരുന്നേ ഉള്ളൂ, ഇപ്പം തുടങ്ങിക്കോ, അടുത്ത ഓണത്തിന് മേടിക്കാം. നെവർ ലേറ്റ് ദാൻ ഞാൻ എന്താ പറയണേ, ബി ലേറ്റ് ദാൻ നെവർ എന്ന്. അതാണ് ഇപ്പം തുടങ്ങിക്കോളൂ എന്ന്. നെവർ ലേറ്റ് എന്നല്ല, ലേറ്റായിട്ട് തുടങ്ങിക്കോളൂ ദാൻ നെവർ എന്ന്. ഒരിക്കലും തുടങ്ങാതിരിക്കുന്നതിലും നല്ലത് ലേറ്റായിട്ട് തുടങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം മനസ്സിൽ വെച്ചോളൂ. അപ്പം നമുക്ക് കുറച്ച് ഗോൾഡ് ആവും. ഗോൾഡ് എപ്പോഴും നമുക്കൊരു സന്തോഷം തരുന്ന ഒരു യെല്ലോ മെറ്റലാണല്ലേ. പണ്ട് പേൾസ് ആയിരുന്നു അത്ര എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ ഒരു രാജകുമാരി, പേളൊക്കെ എവിടെയും അധികം കിട്ടാന്ന് വെച്ചാൽ ശ്രീലങ്കയിലായിരുന്നു പണ്ട് കിട്ടുന്നതെന്ന്, ലങ്ക. അപ്പോൾ ലങ്കയിൽ പോയി എനിക്ക് കുറച്ച് ഇത് വാങ്ങിച്ചുകൊണ്ട് വരൂ എന്ന് പറഞ്ഞ് ഒരു രാജാവിനെ, മാൻസിംഗ് എന്ന് പറഞ്ഞ രാജാവിനെ, എവിടെ നിന്ന് മധ്യപ്രദേശം ആ ഏരിയയിൽ, ഗ്വാളിയാർ ഏരിയയിൽ, ആ ഏരിയയിലൊക്കെ ഉള്ള രാജാക്കന്മാരൊക്കെ ഒരു എക്സ്പെഡിഷൻ പോലെ പുറപ്പെട്ടു പോവും ഈ റാണിമാർക്ക് പേള് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഖജനാവിലേക്ക് പേള് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു രാജാവ് കൊണ്ടുവന്ന ഒരു പേളാണ്, ഒരു സതീരത്നമാണ് പത്മിനി എന്ന് പറഞ്ഞ രാജകുമാരി. കേട്ടിട്ടില്ലേ? പത്മിനി എന്ന് പറഞ്ഞാൽ ഭയങ്കര സുന്ദരിയാണ് അത്ര. ആരോ പറയണ്ടായിരുന്നു ചേച്ചിയുടെ പോലെ ഉണ്ടെന്ന് കേട്ടാ. പത്മിനി അങ്ങനെ വിചാരിച്ചാൽ മതി മനസ്സിൽ. ഞാൻ എന്തിനാ അത് പറഞ്ഞതെന്നറിയോ? നിങ്ങൾ സ്വയം കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങൾ ആരെപ്പോലെ ഇരിക്കണം, ആ ഒരു സൈഡിൽ നിന്ന് നോക്കുക. നല്ലതാണല്ലേ എന്നെ കാണാൻ, നല്ല ഭംഗിയുണ്ടല്ലേ, രാവിലെ എഴുന്നേറ്റിട്ട് സ്വയം പറയുക കേട്ടോ. ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞു. പത്മിനി എന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, പത്മിനി ഭയങ്കര സുന്ദരിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. എന്നിട്ട് സതി ചെയ്തത് ഹസ്ബൻഡിനെ, കുറേ സ്ത്രീകളും ഇതെല്ലാവരും കൂടി കോട്ട ഇവർ വളഞ്ഞപ്പോൾ ഔറംഗസീബ് അല്ലേ ആരോ വളഞ്ഞപ്പോൾ ഇവർ എന്നെ കല്യാണം കഴിക്കാൻ റെഡിയാണെന്ന് ആ രാജാവ് വന്ന് പറഞ്ഞു. അയ്യോ അത് പറ്റില്ല, എൻ്റെ രാജാവിൻ്റെ ഇതിൽ ഞാൻ ചാടിച്ചാവെന്ന് പറഞ്ഞിട്ടാ നമ്മുടെ മഹാരാജാവിൻ്റെ ചെതയിൽ ചാടിച്ചാവുകയാണ് പത്മിനി. അപ്പോൾ സ്വയം നമ്മൾ കാഴ്ചയ്ക്ക് നമ്മൾ ഒരു ഭംഗിയുള്ള സ്ത്രീയാണെന്ന് നമ്മളതിനെ വിശ്വസിക്കണം. നിങ്ങളൊരു നല്ല ഡ്രസ്സ് വാങ്ങിക്കുകയും നല്ലപോലെ ഡ്രസ്സ് ചെയ്യുകയും നിങ്ങൾ സ്വയമേവ ആരും നമ്മളുടെ തോളത്ത് വന്ന് തട്ടാൻ കാത്തു നിൽക്കാതെ സ്വയം ഇങ്ങനെ ഒന്ന് തട്ടി മുന്നോട്ട് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ
ഈ കഥ പറഞ്ഞു കഴിഞ്ഞു ഓരോന്നോരോന്ന് ഞാൻ പറയാം. പ്ലീസ് എൻ്റെ കൂടെ വരൂ, എൻ്റെ കൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കൂ. ഓക്കെ, താങ്ക് യു.